ഹേ ഗെയ്സ്, അപ്പോൾ നമുക്ക് കുറേ ദിവസമായാലും വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ പേഴ്സണലായിട്ട് അറിയുന്ന ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. ഒന്നാമത് ക്ലാസ്സും അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ബിസിനസ്സും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊല്ലൂരമ്പലത്തിൽ പോയതുകൊണ്ട് തന്നെ അതും ലീവ്സിനെയും കൂട്ടി നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, ഒരു ലോങ് ട്രിപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോസ് എടുക്കുക, അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. സത്യം പറഞ്ഞാൽ ഇതൊട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അത് നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാൾക്കാരൊന്നിച്ചാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ മധുവേട്ടനും പ്രിയേച്ചിയും. മധുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കൊല്ലൂർ പോകുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോൾ പോകുന്നുണ്ടെങ്കിലും എന്നെ ഏട്ടനെയും വിളിക്കും, വാ നമുക്ക് കൊല്ലൂർ പോയിട്ട് വരാം. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ എന്തായാലും പോയേ പറ്റുമെന്നില്ല ഒരു മൈൻഡ് സെറ്റിൽ ഞാനും ഏട്ടനും പോകുന്നതാണിത്. അപ്പോൾ പിന്നെ ലീവ്സിനെയും ഫസ്റ്റ് ടൈം കൊണ്ടുപോകുന്നതല്ലേ പറഞ്ഞത്, അപ്പോൾ നമുക്ക് ലീവ്സിനെയും കൊണ്ടുപോകുമ്പോൾ അതൊരു സ്പെഷ്യലാണല്ലോ. അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മധുവേട്ടൻ വന്നു. മധുവേട്ടൻ ആരെയെന്ന് ചോദിച്ചാൽ എൻ്റെയും ഏട്ടൻ്റെയും എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരാളാണ്. എനിക്കായാലും ഏട്ടനായാലും എന്തൊരു വിഷമം വന്നാലും ഞങ്ങൾ ആദ്യം വിളിക്കുന്നത് മധുവേട്ടനെയാണ്. കേൾക്കുന്നവർക്ക് ഇതെല്ലാം ഒരു ക്രിഞ്ചായിട്ടെല്ലാം തോന്നും, പക്ഷെ ആരെല്ലാം ഇനി എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അത്രയും സ്പെഷ്യലാണ് മധുവേട്ടൻ. ഏട്ടനാക്കി മാറ്റിയ ഒരാൾ, ഏട്ടൻ്റെ എല്ലാ സിറ്റുവേഷനിലും ഒന്നിച്ച് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. ഇനി എൻ്റെ ലീവ്സ് നോക്കി ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചെണീപ്പിച്ചതാണ്. അപ്പോൾ അവന് നല്ല വിശന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. ഇങ്ങനെ മധുവേട്ടൻ നമ്മളൊരു നല്ല ഹോട്ടലിലെല്ലാം കൊണ്ടുപോയി നമുക്ക് ചായയെല്ലാം വാങ്ങിത്തന്നു. ഈ ഹോട്ടലിൻ്റെ നെയിം ഞാൻ സ്റ്റാർട്ടിങ് എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ ശങ്കരഭവന എന്നാണ് പേര്. അപ്പോൾ കൊല്ലൂർ പോകുന്നവരുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണെന്ന് പറയാം. അടിപൊളിയാണ് കേട്ടോ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എന്താക്കുന്ന കുഞ്ഞാ, എന്ത് കളി, ആരൊക്കെ കളിക്കുന്നേ, എന്ത് കളി, ആരൊക്കെ കളിക്കുന്നേ പുൽക്കളി? മധുവേട്ടൻ്റെ റിലേറ്റീവ്സ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വേറൊരു കാറിലാണ് വന്നത്. കൊല്ലൂർ അമ്പലം എത്തുന്നതിന് മുന്നേ വേറൊരു അമ്പലത്തിലും കൂടി നമുക്ക് കയറിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പേരെന്താണെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിട്ടുപോയി. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്തു. അപ്പോൾ ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ അതൊരു മെമ്മറി അല്ലേ ലീവ്ട്ടിനും ഇതെല്ലാം കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ കൊല്ലൂർ ടെമ്പിളിൻ്റെ കവാടത്തിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഒരു വനദുർഗ ടെമ്പിളുണ്ട്. അമ്പലമായിട്ടില്ല, ആ ഒരു വനത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇതുവരെ കൊല്ലൂർ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്ലേസിലേക്ക് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവിടെ കുറേ നേർച്ചയും കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാനവിടെ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത കാര്യം, കുറേ പ്ലേസിലായിട്ട് തൊട്ടിലുകൾ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളില്ലാത്തവരാണെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്താൽ കുട്ടികളുണ്ടാവും എന്നാണ് സ്വാമി പറഞ്ഞത്. അപ്പോൾ വിശ്വാസമില്ലവർക്ക് എന്തായാലും അതൊരു വിശ്വാസം തന്നെയാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അമ്പലത്തിലെത്തിയ വീഡിയോസൊന്നും എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റിയിട്ട. മധുവേട്ടൻ ഉണ്ടോണ്ട് തന്നെ നമുക്ക് ദേവീനെല്ലാം പെട്ടെന്ന് കാണാൻ പറ്റി. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്, അവിടെ ഒരു നന്ദിപ്പശു ഉണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നന്ദിപ്പശുവിൻ്റെ ചെവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഡ്രീം ഒക്കെ പറഞ്ഞാൽ അത് സാധിച്ചു തരുന്നതാണ് ഒരു വിശ്വാസം. അപ്പം ഞാൻ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നന്ദീൻ്റെ ചെവിയിൽ കാര്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നന്ദീൻ്റെ ഒരു ചെവിയിൽ പറയുമ്പോൾ നമ്മളെ റൈറ്റ് ഹാൻഡ് കൊണ്ട് അടുത്ത ചെവി അടച്ചു പിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ രണ്ടാമത് കൂടി അങ്ങനെ അടച്ചു പിടിച്ചിട്ട് മറ്റു ചെവി അടച്ചു പിടിച്ച് പറയുന്നുണ്ട്. ആ ക്ലിപ്പ് ഞാൻ ഫോണിൽ കുറേ തപ്പിയത്, ഫോണിൽ കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇതിൽ വിശ്വാസം ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എനിക്കിതിൽ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ കൊല്ലൂർ പോയ ടൈമിലെല്ലാം ഞാൻ നന്ദീൻ്റെ ചെവിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് കൊല്ലൂരമ്മ ദേവി സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ലോണം വിശന്നിട്ടുണ്ട് ലീവ്സിനെല്ലാം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ മധുവേട്ടൻ്റെ റൂമുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഫ്രഷായി റൂമിലെല്ലാം പോയി ദെൻ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്.
ഇനി വീട്ടിലേക്ക് പോകുന്ന കുറച്ച് മൊമെൻറ്റ്സാണ് കാണുന്നത്. അപ്പോൾ മധുവേട്ടൻ്റെ റൂമിൻ്റെ താഴെയായിട്ട് ഒരു ഹോമോലം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, ദേവീൻ്റെ എല്ലായിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ആനേര് 2 പ്രതിമകളുണ്ട്. ലിയൂസിന് പോയ സമയത്ത് ആ ആനേൻ്റെ ഒന്നിച്ചാണ് കളി, ഭയങ്കര ലൈക്കായിട്ടുണ്ട് ലിയൂട്ടനെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പുടുസ് ഫുൾ വയലൻ്റാണ്. ഇനി എന്ത് വയലൻ്റ് ആയാലും കുഞ്ഞിനെ ഉറക്കുന്ന കാര്യത്തിൽ ഫുൾ ക്രെഡിറ്റും ഏട്ടൻ തന്നെയാണ്. ഞാനും ഉറക്കില്ല എന്നല്ല കേട്ടോ. അവസാനം 2 ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ക്ലേ ആർട്ട് ഷോപ്പിൽ പോയിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്, അടിപൊളി ഷോപ്പാണ്. നമുക്ക് എന്താണ് ഷോക്കേസിലെല്ലാം വെക്കാൻ പറ്റിയ ഐറ്റംസ് എല്ലാം അവിടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ചെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ജസ്റ്റ് പോയി നോക്കിയാണ്. അച്ഛനാണെങ്കിൽ നല്ല ഉറക്കം, മോനിങ്ങനെ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിന്. പിന്നെയും പോയി നോക്കുമ്പോഴത്തേക്ക് 2 ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലേ ആർട്ടിൽ നമ്മൾ മെയിനായിട്ട് പോകാൻ കാരണം പ്രിയച്ചിക്കാണെങ്കിൽ ഈ ക്ലേ കൊണ്ടുള്ള ഐറ്റംസ് എല്ലാം ഭയങ്കര ക്രേസാണ്, ഷോക്കേസിൽ വെക്കാനും. പിന്നെ അതിൻ്റെ വലിയ ക്ലേ ആർട്ടെല്ലാം വാങ്ങി അതിനെ മേക്ക് ഓവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയച്ചിര് അവരുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അത് വാങ്ങിയിട്ട് പിന്നെയും പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയച്ചിക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അത് ഹോട്ടലിൻ്റെ നെയിം ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം. റെസ്റ്റോറൻറ്റ് നെയിം മാർട്ടിൻസ് എന്നാണ് കേട്ടോ. വലിയ വിശപ്പൊന്നും ഉണ്ടായിട്ടാണ്, നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച ശേഷം നമ്മൾ ഇറങ്ങിയതാണ്, അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിട്ടാ. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്ന എന്തെല്ലാം വാങ്ങിയിട്ടുണ്ട്, ഐറ്റംസ് എന്തെല്ലാം കാണാം. നമുക്ക് വിശന്നിട്ടില്ലെങ്കിലും ലീവ്സിന് നല്ല വിശന്നിട്ടുണ്ട് കേട്ടോ. ഓനെന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഐറ്റംസ് നമ്മൾ പ്രോൺസിൻ്റെയും പിന്നെന്താണ് ബിരിയാണി, കായ്റൊട്ടി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് വാങ്ങിയത്. ബിരിയാണി എനിക്ക് വലിയ ഇഷ്ടമായിട്ടാണ് കേട്ടോ. പക്ഷേ പ്രോൺസ് മസാല അടിപൊളിയാണ്. റേറ്റും കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു, ആ ഹൈപ്പിനില്ലത്ര ഉണ്ടായിട്ടാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഒരു അടിപൊളി ടെമ്പിൾ വിസിറ്റായിരുന്നത്. ഇതിൽ ഞാൻ എപ്പോഴോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. കുറച്ച് വോയിസ് ആയിട്ട് ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ കൊടുത്തുകൊണ്ട് വരുന്നതാണുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.